റമളാൻ. അവിടെ പറയാൻ പോകുന്ന റമളാനിന്റെ ഒടുക്കത്തെ പത്തിലാണ് ഈ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ്. 3000 രാവും 3000 പകലും എടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരിക്കൂട്ടണോ? ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക, ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക. 80 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ 80 കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ്. ഇന്ത്യൻ ആവറേജ് ഏജ് 60 വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ്. പക്ഷേ 80 കൊല്ലത്തെ ഇബാദത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ? ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അത് വളരെയേറെ പുണ്യമായ രാവാണ്, പവിത്രമായ രാവാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ്. പക്ഷേ ലൈലത്തുൽ ഖദ്ർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. എന്നാണ് ഈ ലൈലത്തുൽ ഖദ്ർ? എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. നാം ആ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഖദ്റിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ്. തനസ്സലുൽ മലായികത്തു വറൂഹ്. അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും. റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ആമിന ബീവിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച റൂഹുൽ അമീന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഇന്ന് രാവിൽ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചെനക്കലെ പാറപ്പുറത്തിറങ്ങുമോ? ജിബ്രീലിന്റെ ചിറകടി കൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തഖ്വയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ? അള്ളാഹുവിനെ മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ്. ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന്? റബ്ബിന്റെ അനുഗ്രഹം ജിബ്രീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ രാവ്. പരിശുദ്ധ റമളാനിന്റെ വിട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ്, ഒടുക്കത്തെ 10 നിങ്ങൾ അതിനെ തിരയുക എന്നാണ് മുത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല. 27 രാവ് എന്ന് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ കൗമുണ്ടാക്കിയതാണ്. ചില ഉലമാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, 27 രാവ് ആകാൻ സാധ്യതയുണ്ടെന്ന്. അത്രേ ഉള്ളൂ. 27 രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ 21 രാവോ 23 രാവോ ആണ്. ആലോചിച്ച് നോക്കണം. ആ ഷാഫി ഇമാമിന്റെ മദ്ഹബിലാണ് നമ്മൾ. പക്ഷേ വേറെ കുറെ ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ 27 രാവിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം. ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത്? അത് തന്നെ ഒരു രഹസ്യമാണ്. അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ ഇബാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും. വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ ഇബാദത്തിലേക്ക് ഇറങ്ങി വരും. ഏത് രാവും ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. ഭാര്യ സാധാരണ ഭാര്യയല്ല, ആയിഷ ബീവിയാണ്. സിദ്ദീഖിന്റെ ഓമന മകളായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഭർത്താവ് അല്ലാഹുവിന്റെ റസൂലാണ്. ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷാ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്. ആയിഷാ ബീവി ചോദിക്കുന്നു, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവേ എന്നല്ല, എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല, എന്റെ തവകാന്തനെ എന്നല്ല, എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല, എന്റെ സാക്ഷാത്കാരമേ എന്നല്ല, എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്ത് ചെയ്യണം? എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ അങ്ങ് ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്, നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുൽ അമീനായ ജിബ്രീലിന്റെ വഹി ഏറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ ഭാര്യയ്ക്ക് പോലും പറഞ്ഞു കൊടുത്തില്ല, സ്വകാര്യമായിട്ടെങ്കിലും അത് ഇന്ന രാത്രിയാവും.
ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി, ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു. പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ശണ്ട കൂടുന്നത് ഞാൻ കണ്ടു. ശണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. മറന്നുപോയി. ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു തന്നു. രണ്ടാളുമ്മിൽ തിരക്കുകളുണ്ടപ്പോൾ ആ വിജ്ഞാനം അള്ളാഹുവിനെ കൊണ്ടുപോയി. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറിനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. തബ്റാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ പ്രശാന്തമായ രാത്രിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, രാത്രിക്കൊരു ശാന്തി ഉണ്ടാവും. ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി. ചിന്തിക്കണം, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല. ഉദയസൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവർ. തബറാനി രേഖപ്പെടുത്തിയ ഹദീഥാണ്. വേറെ ഒരു ഹദീഥിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ലൈലത്തുൽ ഖദ്ർ റമദാൻ 27-നോ 29-നോ ആണ്. അത് വേറെ ഹദീഥിൽ വേറെയും കാണും. വേറെ ഒരു ഹദീഥിൽ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ്, നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, നിങ്ങളതിനെ റമദാൻ അവസാന 10-ലെ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. പിടുത്തം കൊടുക്കാത്ത ഹദീസ്. 9 ബാക്കിയുള്ളപ്പോൾ, 70 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി, വല്ലവനും ലൈലത്തുൽ ഖദ്റിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ 10-ൽ അതിനെ അന്വേഷിക്കണം. വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി, റമദാൻ അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. വേറെ ഹദീസ് അഹ്മദ് ഉദ്ധരിക്കുന്നു റഹിമത്തുള്ളാഹി അലൈഹി, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമദാനിലെ ഒടുവിലെ 10-ൽ, അതായത് 25-നും 27-ലും 29-ലും അന്വേഷിക്കുക. വീണ്ടും അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട്, ലൈലത്തുൽ ഖദ്ർ റമദാനിലെ 27-ാം രാവിലാണ്. പക്ഷെ അത് കേട്ടിട്ട് 27 വിശ്വസിക്കാനും ഉറപ്പിച്ച് പറ്റില്ല. ഇവിടെ വേറെ 21 എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ തന്നെയാണ്. അത് ഈ റസൂൽ തന്നെയാണ് 29-ഉം 23-ഉം ഒക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 21-ാം രാവിനെയും 23-ാം രാവിനെയും പിടിച്ചത്. തിരുമേനിയുടെ സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്നു, തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ ലൈലത്തുൽ ഖദ്റിനെ റമദാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയിൽ അവൻ അതിനെ കാത്തിരിക്കട്ടെ. സഹീഹ് ബുഖാരി. വേറെ ഒന്ന് വീണ്ടും തബ്റാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ തേടിപ്പിടിക്കുക. റമദാനിലെ 21, 23, 25, 27, 29 എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത്. അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും. തബ്റാനി. വീണ്ടും സഹീഹ് ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിനെ വിശദീകരിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട 2 പേർ തമ്മിൽ ശണ്ട കൂടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിനെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത്. 2 പേര് ശണ്ട കൂടിയപ്പോൾ എന്റെ അറിവ് ഉയർത്തപ്പെട്ടു. അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. നിങ്ങൾ അതിനെ 9-ലും 7-ലും 5-ലും അന്വേഷിക്കുക. സഹീഹ് ബുഖാരി. റമദാനിലെ അവസാന 10-ലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ ഖദ്റാണ് ഇവിടെ ഉദ്ദേശമെന്ന് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചിറങ്ങിയ ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബൈളാവി റഹിമഹുല്ലാഹ് പറയുന്നു. മുവത്തയിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അനീസുൽ ജഹ്നി റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, തിരുദൂതരെ, എന്റെ വീട് വളരെ അകലെയാണ്. അതിനാൽ ആ ഖുർആൻ അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? മുപ്പരിത്തിരി വളവ് കാണിച്ചതാണ്. സഹാബാക്കളുടെയുള്ള സമർത്ഥന്മാരെ പേരെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞെന്നാളി സ്വകാര്യമായിട്ട്. എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല പള്ളിയിലേക്കൊക്കെ, അതുകൊണ്ട് അങ്ങനെ നിനക്കൊന്ന് പറഞ്ഞെന്നാൽ ഒരു ഒച്ച സൗകര്യമായിരുന്നു പറഞ്ഞു.
10 ഉണ്ടാക്കുന്ന മത്സരത്തിലായിരുന്നില്ല അവര്, ആഖിറത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു. അതിനാൽ അവ അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അപ്പോൾ തിരുമേനി അരുളി, റമദാൻ 23-നാണ് അത് അവതരിച്ചത്. നോക്കണം, 27 ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് ഹദീസിൽ കാണുന്നു. അതേ അള്ളാന്റെ റസൂലാ പറഞ്ഞത് 23-നാണ് അത് അവതരിച്ചത്. ആകെ കൂടി ഇങ്ങനെ വട്ടം കറക്കണ ഡേറ്റാ ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ്. അത് അങ്ങനെ തന്നെ വേണം. എന്തിനാ അങ്ങനെ വെച്ചത്? നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്, അല്ലാതെ കൽത്തപ്പം ചുട്ട് തിന്നാനല്ല. എന്തൊക്കെയാണ് ഈ കൗമ ഉണ്ടാക്കി വെച്ചത് ദീനില്? അതിനല്ലേ എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുന്നത്. കൽത്തപ്പം ചുട്ടിട്ട് നിങ്ങൾ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള രാവിലോ പകലിലോ തിന്നണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ഒരു ആലിം പറഞ്ഞിട്ടുണ്ടോ? നാട്ടുകാരുണ്ടാക്കി എന്നല്ലാതെ. അള്ളാഹും റസൂലും പറഞ്ഞത് വേറെയാണ്. അത് നിസ്കാരം, ഖുർആന്, ഇഅ്തികാഫ്, ഇബാദത്തൊക്കെയാണ്. കലത്തപ്പം അത് വലിയ വലുപ്പത്തില് ചക്കരി തന്നെ ഉള്ളി ചേർത്തിട്ട് നോമ്പ് വച്ചാൽ ഡീം അല്ലെ, കദീനക്കുറ്റി പോലെ കഴുത്ത് വരെ ഉറപ്പിച്ച് അവിടെ നിർത്തുക. ലൈലത്തുൽ ഖദർ ആയല്ലോ, രാവിലെ റെഡിയായി പോയി. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു റസൂലും പറഞ്ഞത് കേട്ടാൽ മതി. നാട്ടിലെ കൗമുണ്ടാക്കി വെച്ച ദുരാചാരങ്ങളിൽ ചെറുപ്പക്കാരകപ്പെട്ടു പോകരുത്. ഞാൻ പറഞ്ഞത് ആരും അപ്പം ചുടണ്ട തിന്നണ്ടെന്നല്ല. അപ്പം ചുട്ടോളി തിന്നോളി, രസമുള്ള അപ്പൊക്കെ തിന്നാം. പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കലത്തപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത്ര എനിക്ക് നിർബന്ധമുള്ളൂ. അതിന്റെ പ്രാധാന്യം ഇബാദത്താണ്, അത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ, ഖദർ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഖദർ എന്നും ഈ വാക്ക് ഉപയോഗിക്കപ്പെടും, ഖദർ എന്നും പ്രയോഗിക്കപ്പെടും. ദാലിന് സുക്കൂനായിട്ട് ലൈലത്തുൽ ഖദർ എന്നും, ദാലിന് ഫത്ഹായിട്ട് ലൈലത്തുൽ ഖദർ എന്നും, രണ്ടും ശരിയാണ്. ഖദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നർത്ഥമുണ്ട്, നിർണയം എന്നർത്ഥമുണ്ട്, ഇടുക്കം എന്നർത്ഥമുണ്ട്, ബഹുമാനം എന്നർത്ഥമുണ്ട്. ലൈലത്തുൽ ഖദർ കണക്കാക്കുന്ന രാത്രി, എല്ലാം കണക്കാക്കുന്ന രാവ്. ഖുർആൻ തന്നെ പറയുന്നു, സർവ കണക്കുകളുമായിട്ട് റൂഹുൽ അമീനും മലായികത്തും ഇറങ്ങി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ, വരുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. കണക്കാക്കുന്ന രാവ്. വേറെ ഒരർത്ഥം ബഹുമാനം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ അവരെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചില്ല. അവിടെ ഖദറിനർത്ഥം ബഹുമാനം എന്നാണ്. അതിങ്ങോട്ട് ഫിറ്റാക്കി നോക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദറിന് ബഹുമാനിക്കപ്പെട്ട രാവ് എന്നാണ് അർത്ഥം കൊടുക്കുക എന്ന് സഹീഹ് ബുഖാരിയുടെ പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഇമാം ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അവരുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദറിന്റെ അർത്ഥം ബഹുമാനിക്കപ്പെട്ട രാവ് എന്നാണ്, കണക്കാക്കുന്ന രാവ് എന്നല്ല. പക്ഷേ ശാഫിഈ മദ്ഹബിന്റെ ഏറ്റവും വലിയ പണ്ഡിതനും ഇമാമുമായിട്ടുള്ള സയ്യിദുന ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നു, കണക്കാക്കുന്ന രാവ് എന്ന അർത്ഥമാണ് കൂടുതൽ സ്യൂട്ട്. അതൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള സുന്ദരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നന്മയിലേക്കും ഖൈറിലേക്കും ഉമ്മത്തിനെ നയിക്കാൻ പോന്ന, റഹ്മത്തിലേക്ക് നയിക്കാൻ പോന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇഖ്തിലാഫു ഉലമാഇ ഉമ്മത്തി റഹ്മ, എന്റെ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമില്ല. കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത്, നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ. അബ്ദുസമദ് ചിന്തിക്കുന്ന മാതിരി ഈ യോഗത്തിൽ വന്ന എല്ലാവരും ചിന്തിച്ചോളണമെന്നില്ല. നമ്മുടെയൊക്കെ ചിന്തക്കിടയിൽ പല വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്കിടയിൽ പരസ്പരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കിടയിൽ പരസ്പരം യോജിപ്പുണ്ടാകണം, ഐക്യമുണ്ടാകണം, രഞ്ജിപ്പുണ്ടാകണം. അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടായാലും നമ്മൾ ഒന്നാണെന്ന ബോധം വരുത്തണം. എന്റെ ഈ സഹോദരന്മാരോട് ഞാൻ വളരെ വിനയത്തോടെ പറയാം, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ മുസ്ലിം ഐക്യത്തിന്റെ കൊടിയേന്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു. കക്ഷിത്വത്തിന്റെ കൊടിയല്ല, വിഘടനത്തിന്റെ കൊടിയല്ല, വിഭജനത്തിന്റെ കൊടിയല്ല. മഹല്ലത്തിലെ ഭിന്നിപ്പുകൾ, മദ്രസാ തർക്കങ്ങൾ, ദർസിന്റെ തർക്കങ്ങൾ ഒക്കെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് ഒരു കപ്പലിന്റെ കപ്പിത്താൻ നയിക്കുന്ന കപ്പലിലെ യാത്രക്കാരെ പോലെ യോജിച്ച് ഒന്നിച്ചു നിൽക്കണം. ഒരു തസ്ബീഹ് മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നാം ഒന്നാകണം. ഹറമേ പാക് ഭി അല്ലാഹ് ഭി ഖുർആൻ ഭി ഏക്. നമ്മുടെ ഹറം ഒന്നാണ്, അല്ലാഹു ഒന്നാണ്, ഖുർആൻ ഒന്നാണ്. മൻഫഅത്ത് ഏക് ഇസ് ഖൗം കി നുഖ്സാൻ ഭി ഏക്. ഹറമേ പാക് ഭി
अल्लाह भी कुरान भी एक ही सबका नबी दीन भी ईमान भी एक कुछ बड़ी बात थी होते जो मुसलमान भी एक മംഫഅത്ത് ഏക് ഈ ഉമ്മത്തിന് ഗുണമുണ്ടാക്കുന്ന കാര്യമൊന്നാണ് നുക്സാൻ ഭി ഏക് ദോഷമുണ്ടാക്കുന്ന കാര്യവും ഒന്നാണ്. ഈ യോഗം കേൾക്കാൻ വന്ന സദസ്സിലെ കിഴക്കേത്ത അറ്റത്തിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന ഒരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരൻ എന്താണോ ഖൈർ അത് തന്നെയാണ് തെക്കേ അറ്റത്തിരിക്കുന്ന അല്ലെങ്കിൽ വടക്കേ അറ്റത്തിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന സഹോദരനും ഖൈർ. മംഫഅത്ത് ഏക് ഗുണം ഒന്നാണ്, നുക്സാൻ ഭി ഏക് അല്ലാമ ഇഖ്ബാലിന്റെ മരിക്കാത്ത ഭാഷയിൽ ദോഷവും ഒന്നാണ്. ഹറമേ പാക് ഭി പരിശുദ്ധമായ ഹറമ് നമുക്കൊന്നാണ്. അല്ലാഹ് ഭി നമ്മുടെ അല്ലാഹു ഒന്നാണ്. ഖുർആൻ ഭി ഏക് നമ്മുടെ ഖുർആനും ഒന്നാണ്. ഏക് ഹി സബ്കാ നബി നമ്മുടെ നബി ഒന്നാണ്. ദീൻ ഭി ഈമാൻ ഭി ഏക് നമ്മുടെ ദീൻ ഒന്നാണ്, ഈമാൻ ഒന്നാണ്. ബഡി ബാത്ത് ഥി ഒരു വലിയ കാര്യമാകുമായിരുന്നു. ഒതേജ മുസൽമാൻ ഭി ഏക് മുസ്ലിമും ഒന്നായിരുന്നെങ്കിൽ എത്ര വലിയ കാര്യമാകുമായിരുന്നു എന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലാണ് എന്നും നിന്നിട്ടുള്ളത് ഈ വക വിഷയങ്ങളിലൊക്കെ. അതുകൊണ്ട് ഞാൻ എന്നും ഐക്യത്തിന്റെ ആളാണ്, ആർക്കും ഒരു സംശയം വേണ്ട. ഞാൻ മരിക്കണവരെയും മുസ്ലിം ഐക്യത്തിന്റെ ആളാണ്. ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രസംഗിക്കാറുണ്ട്. അതെനിക്ക് വല്ലാതെ ഹൃദയം മുട്ടുമ്പോൾ സമുദായത്തിന്റെ ഖൈറ് വേണ്ടി മാത്രമേ പറയാറുള്ളൂ. ഒരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ ഉള്ള വിദ്വേഷം എന്റെ മനസ്സിനെയും എന്റെ ഹൃദയത്തെയും തൊട്ട് തീണ്ടാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രിയപ്പെട്ടവരെ എന്നും ദുആ ചെയ്യുന്നവനാണ് ഈ വിനീതൻ. ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ അങ്ങനെ പ്രസംഗിക്കാറുണ്ട്. അത് വേണ്ടി വരും. നമുക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടത് നമ്മൾ വിളിച്ചു പറയണ്ടേ? നമുക്ക് ബാത്തിലെന്ന് ബോധ്യപ്പെട്ടതിനെ നമ്മൾ എതിർക്കണ്ടേ? അത് ആവശ്യമാണ്. നാവുകൊണ്ടും പേന കൊണ്ടുമുള്ള ജിഹാദ് സമുദായത്തിലെ വിരുദ്ധ ശക്തികൾക്കെതിരെ, സമുദായത്തിന്റെ ശിഥിലീകരണ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നാം ഉപയോഗിക്കേണ്ടി വരും. എത്ര ഇഖ്ലാസോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടോ അതേ ഇഖ്ലാസോടെ ഞാൻ ഐക്യം ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതേ ഇഖ്ലാസോടെ അതിനെ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഐക്യത്തിലേക്ക് ഓടി വരിക. നമ്മുടെ പൂർവികന്മാര് നല്ല നല്ല മദ്രസ ഉണ്ടാക്കി തന്നു. നമ്മളൊന്ന് തമ്മ് തല്ലിയിട്ട് ആ മദ്രസ അവിടെ നിർത്തിയിട്ട് രണ്ടു കൂട്ടരും വെവ്വേറെ മദ്രസ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പല മഹലിലും മദ്രസ അവിടെ ഉണ്ട്. വല്യമ്മ മണിക്കാതിലെടുത്തുണ്ടാക്കിയതാണ്, വല്യാപ്പ 4 തെങ്ങ് കൊടുത്തുണ്ടാക്കിയതാണ്. അതവിടെ കിടന്ന് ചെതല് പിടിക്കുക. രണ്ടു കൂട്ടർക്കും ആ മദ്രസ വേണ്ട, വേറെ മദ്രസ വേണം. രണ്ടു കൂട്ടരും ഒരേ ആൾക്കാരാണ്, വല്ല അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മതപരമായ കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ലറ ചില്ലറ ഒക്കെ മാറ്റണം, ഒന്നാകണം. ഈ പരിപാടി അങ്ങനെയുള്ളൊരു പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെല്ലാവരും, എല്ലാ വിഭാഗം എന്റെ സഹോദരങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ സദസ്സ് അങ്ങനെയുള്ളവരുടെ സദസ്സാണ്. ഇന്നലെ ഇവിടെ വന്നവർ അങ്ങനെ പല ചിന്താഗതികളെ പ്രതിനിധീകരിക്കുന്ന ഈ ഉമ്മത്തിലെ എന്റെ സഹോദരങ്ങളാണ്. അവരെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഇഖ്ലാസ് നിറഞ്ഞ കൽബോടുകൂടി. ഐക്യത്തിന്റെ കൊടിയേന്താൻ ഇവിടെ വന്നിട്ടുള്ള സകല ചിന്താധാരകളെ പ്രതിനിധീകരിക്കുന്ന എന്റെ മുഴുവൻ സഹോദരങ്ങളും ബദ്ധശ്രദ്ധരാകണം എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്തിനായി ഐക്യം പറയണത്? മുസ്ലിമീങ്ങളുടെ മാത്രം ഐക്യം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലെ അന്യമതസ്ഥരായ സഹോദരങ്ങൾക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കാനോ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിം ഐക്യം മനുഷ്യ ഐക്യത്തിന്റെ ഒന്നാമത്തെ പടിയാണ്. മനുഷ്യന്മാരുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യരൊന്നിക്കണം. ഹിന്ദു മുസ്ലിം മൈത്രി വേണം, ഹിന്ദു ക്രിസ്ത്യൻ മൈത്രി വേണം, മുസ്ലിം ക്രൈസ്തവ മൈത്രി വേണം. ഇന്ത്യ രാജ്യത്തും ലോകത്ത് മുഴുവനും ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാകണം, സഹവർത്തിത്വം ഉണ്ടാകണം, സുഹൃൽ മനസ്കതയുണ്ടാകണം. ആളുകൾക്ക് അയച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഭരണകൂടങ്ങൾ മാറി മാറി വന്നതുകൊണ്ട് രാജ്യത്തിന്റെ വർഗീയതയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ല. അതിന് ഒറ്റ പരിഹാരം നാട്ടുകാർ നന്നാവുക എന്നതാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും, മതമുള്ളവരും ഇല്ലാത്തവരും, രാജ്യവാസികൾ ഒന്നടങ്കം രാജ്യ നന്മക്ക്, മനുഷ്യ കുടുംബത്തിന്റെ താല്പര്യത്തിന് ഒന്നായി തീരുക. എല്ലാവരും ഒന്നായിട്ട് ശാന്തിക്ക് വേണ്ടിയുള്ള മന്ത്രം മുഴക്കുക, ശാന്തി മന്ത്രം ഒന്നിച്ച് വിളിച്ചു പറയുക. ഇന്നലെ ഞാനിവിടെ പരിശുദ്ധ പ്രവാചകനെ പറ്റി ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു കവിത ഉച്ചരിച്ചു. പരിശുദ്ധ പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ട് നാരായണ ഗുരു പാടി, കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ എന്നാണ് നാരായണ ഗുരു ചോദിച്ചത്. അങ്ങനെ ശ്രീകൃഷ്ണനെ പറ്റി പാട്ടുപാടിയ മുസ്ലിം കവികളെയും കണ്ടുമുട്ടാൻ സാധിക്കും. മധുരാ കെ നഗർ ഹേ ആശിഖീ കാ ദിൽബറി ഹേ ആർസൂ ഉസീ കാ. കൃഷ്ണൻ ജനിച്ച മധുര പട്ടണം ഹിന്ദു സഹോദര സ്നേഹത്തിന്റെ പട്ടണമല്ലേ എന്ന് ചോദിച്ചത് മൗലാന ഹസ്രത്ത് മൊഹാനിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് ഇന്ത്യ രാജ്യം. ആ ഐക്യമാണ് നമുക്ക് ആവശ്യം. ആ ഐക്യത്തിനുള്ള മന്ത്രമാണ് പരിശുദ്ധ റമദാനിന്റെ രാവിൽ പ്രിയപ്പെട്ടവരെ
ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ശാന്തിയാണല്ലോ ലൈലത്തുൽ ഖദർ. ഒറ്റ രാവിൽ മാത്രം ലൈലത്തുൽ ഖദറിന്റെ ശാന്തി അവസാനിക്കരുത്. ആ ശാന്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവർ കൊല്ലം മുഴുവൻ ശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ ഹിന്ദുവിന്റെ മന്ത്രം. സമസ്ത ലോകവും സൗഖ്യത്തിൽ ഭവിക്കട്ടെ. സൗഖ്യം ഋഗ്വേദത്തിൽ ഒരു നീണ്ട ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിന്റെ അവസാനം ഓം ശാന്തി എന്നാണ്. ശാന്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, സമാധാനത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത അഭിവാഞ്ച. ക്രൈസ്തവ സഹോദരൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സമാധാനം, ശാന്തി എന്ന് ഹിന്ദു, സമാധാനം എന്ന് ക്രിസ്ത്യാനി. മുസ്ലിമോ ലൈലത്തുൽ ഖദറിൽ മാത്രമല്ല, ഏത് രാവിലും ഏത് പകലിലും 5 വഖ്ത് നമസ്കാരം കഴിഞ്ഞാൽ അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ അവൻ ചൊല്ലും അല്ലാഹുമ്മ അന്തസ്സലാം اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام. അല്ലാഹുവേ നീ തന്നെ ശാന്തി, നിങ്ങൾ നിന്ന് ശാന്തി, നിങ്ങളിലേക്ക് ശാന്തി, ഞങ്ങളെ ശാന്തിയിൽ ജീവിപ്പിക്കണേ തമ്പുരാനേ. 5 വഖ്ത് നിസ്കരിച്ചാലും മുസ്ലിമിന്റെ ദുആ പടച്ചോനെ ഒരു മലപ്പുറം കത്തിപ്പ തന്നെ ഇറക്കിത്തരണേ എന്നല്ല, ശാന്തി തരണേ തമ്പുരാനെ എന്നാണ്. അതുകൊണ്ട് എന്റെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ മുസ്ലിമീങ്ങളെ ശരിക്കും മനസ്സിലാക്കിയാൽ മതി, മുസ്ലിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. സ്നേഹം, ഞാൻ ലൈലത്തുൽ ഖദർ ഒരു രാവിന്റെ മഹത്വമായിട്ട് മാത്രം കാണുന്നില്ല. അതൊരു രാവിന്റെ മഹത്വമാണെങ്കിലും അതിന്റെ ശാന്തി കൊല്ലം മുഴുവൻ നിലനിർത്തുന്ന, ഈ രാജ്യത്തും ലോകത്തും മുഴുവനുള്ള ശാന്തിയുമായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കുക. അത് ലോകത്തിനൊന്ന് ശാന്തി ആവശ്യമാണല്ലോ. സദ്ദാം ഹുസൈൻ അവിടെ കിടക്കുകയാണ് ഇപ്പോഴും. യുദ്ധം കഴിഞ്ഞിട്ട് മരുഭൂമിയിലും മറ്റേടത്തും ഇപ്പോഴും പല പല പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മിസ്റ്റർ ബുഷ് ഇപ്പോഴും ഗൾഫ് വിട്ട് പോയിട്ടില്ല. മൂപ്പര് ഇപ്പോൾ അവിടെ തന്നെയാണ്. അത് നമ്മൾ അന്നേ പറഞ്ഞതാ, മൂപ്പര് പോകില്ല. ആര് പോയാലും ജോർജ് ബുഷ് ഗൾഫ് വിടൂല. ഗൾഫിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്കക്ക് ഗൾഫിലേക്ക് സുന്ദരമായ ഒരു പ്രവേശനം ഇത്ര സൗകര്യത്തിന്റെ രൂപത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെ സൗഖ്യത്തിലല്ലേ അമേരിക്ക ഗൾഫിലേക്ക് കാലെടുത്ത് വെച്ചത്. ആ കാല് അമേരിക്കയിലെ കവലച്ചട്ടമ്പിയായ മിസ്റ്റർ ബുഷ് ഒരിക്കലും തിരിച്ചു പിടിക്കുകയില്ല എന്ന സംഗതി, പിന്നോട്ടെടുത്ത് വെക്കുകയില്ല എന്ന സംഗതി ലോക രാഷ്ട്രീയം പഠിച്ചവർക്ക് ഉത്തമ ബോധ്യമാണ്. അതുകൊണ്ട് അയാൾ അവിടെ തന്നെ കൂടും. അപ്പൊ അവിടെയും സമാധാനം വേണം. സമാധാനം ഇറാനിലും വേണം, ഇറാഖിലും വേണം, മധ്യ പൗരസ്ത്യ ദേശത്തും വേണം, ഫലസ്തീൻകാർക്കും വേണം. എന്നിട്ട് ആ ഒന്നാമത്തെ ഖിബിലല്ലേ ബൈത്തുൽ മുഖദ്ദസ്, അതൊന്ന് ഈ സമുദായത്തിന് തിരിച്ചു കിട്ടണം. ബൈത്തുൽ മുഖദ്ദസിലേക്കൊന്ന് പോകണം. അമ്പിയാക്കളുടെ മഖബറകളെ നോക്കി ഒന്ന് സലാം ചൊല്ലണം. അസ്സലാമു അലൈക യാ അംബിയാ അല്ലാഹ്. മൂസാ നബിക്ക് അവിടെയാണ് വിശ്രമം. പിന്നെ എത്ര അമ്പിയാക്കൾക്ക് അവിടെയാണ് വിശ്രമം. ആ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചെടുക്കാൻ ഒരു സലാഹുദ്ദീൻ അയ്യൂബിയുടെ തിരിച്ചുവരവിന് വേണ്ടി ലോകം മോഹിക്കുകയാണ്. സ്വർണ്ണപ്പണത്തിന്റെ ഹുങ്കിൽ ജീവിക്കുന്ന അറബ് ശൈഖന്മാരെ കൊണ്ട്, സുൽത്താന്മാരെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ ഖിബ്ല തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇന്നത്തെ സുൽത്താന്മാരെ കൊണ്ട് സാധ്യമല്ല, ശൈഖുമാരെ കൊണ്ട് സാധ്യമല്ല. അമേരിക്കക്ക് പച്ച പരവതാനി വിരിച്ചു കൊടുത്ത, അമേരിക്കയുടെ ചെരുപ്പ് ചുമക്കുന്ന അറബ് ലോകത്തെ വിഡ്ഢികളെ കൊണ്ടോ അവരുടെ സേവകന്മാരെ കൊണ്ടോ സാധ്യമല്ല. അതിന് ആൺകുട്ടികൾ ജന്മമെടുക്കണം. സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള പുരുഷന്മാർ ലോകത്തുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ പിറന്ന പുരുഷന്മാർ അവരെ ചെന്നുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കണം. ചെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പിയാക്കൾ വിശ്രമിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ ഡൈനാമിറ്റ് വെച്ച് തകർക്കുന്ന യഹൂദ രാഷ്ട്രത്തിന്റെ ധിക്കാരത്തിൽ നിന്ന് ഒന്നാം ഖിബിലയെ മോചിപ്പിച്ചെടുക്കണം. പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദറിന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ മനുഷ്യ മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫക്കീറായ നിങ്ങളുടെ ഈ സഹോദരൻ ദുആ ചെയ്യുന്നു. റബ്ബേ, ഞങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടിയിട്ട് ആ വിവരമെങ്കിലും 2 കാതുകൾ കൊണ്ട് കേട്ടിട്ട് കണ്ണടക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ലൈലത്തുൽ ഖദറിനെ നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ദ്വാരനാ പോരാ, മുസ്ലിം ലോകത്തിന്റെ കാര്യത്തിന് ദ്വാരക്കണം. മുസ്ലിം ലോകത്തിന്റെ അന്നത്തെ ഏറ്റവും വലിയ കാര്യം ബൈത്തുൽ മുഖദ്ദസാണ്. പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നാം അല്ലാഹുവോട് തേടുക, റബ്ബേ നീ ലോകത്ത് സമാധാനത്തെ നൽകണമേ തമ്പുരാനെ. ഒന്നാമത്തെ ഖിബിലയായ ബൈത്തുൽ മുഖദ്ദസിനെ നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. രണ്ടാമത്തെ ഖിബിലയായ കഅബ ശരീഫിന്റെ മണ്ണിൽ നിന്ന് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന വിഭാഗത്തെയും
വലദ്ദാലീൻ എന്ന വിഭാഗത്തെയും നീ ആട്ടിയോടിപ്പിക്കണമേ തമ്പുരാനെ. സകല വഴി പിഴച്ചു പോയവരും ദുർമാർഗികളും റബ്ബിന്റെ കോപത്തിന് വിധേയരായവരുമായ ആളുകളുടെ ദുഷ്ചെയ്തികളിൽ നിന്നും സകലവിധ ജാഹിലീയത്തിൽ നിന്നും നിന്റെ പുണ്യദേശങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, തമ്മിലൊക്കെ ചിലത കുഴപ്പമുണ്ടായാലേ അതൊക്കെ പരസ്പരം രഞ്ജിപ്പിൽ തീർക്കണം. അറബികളും തീർക്കണം, നിങ്ങളും ഞാനും തീർക്കണം, കേരളത്തിലും തീർക്കണം, സൗദിയിലും തീർക്കണം, ഇറാഖിലും തീർക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും യുദ്ധം ചെയ്യാൻ പോയിരുന്ന സമയത്ത് ബൈസന്റൈൻ ചക്രവർത്തി, ചുരുക്കി പറയട്ടെ, സംഭവം ഒരു കത്ത് കൊടുത്തയക്കുന്നു. മുആവിയ, നിങ്ങൾ അലിയെ തോൽപ്പിക്കണം, ഞാൻ ഒട്ടകപ്പടയക്കാം, കുതിരപ്പടയക്കാം. ബുഷ് പറഞ്ഞ മാതിരി തന്നെ, ഞാൻ എല്ലാ സഹായവും ചെയ്യാം, നിങ്ങൾ മറ്റവനെ തോൽപ്പിക്കണം. സോക്കട് പഴയത് തന്നെ, പക്ഷെ ആള് മാറിയെന്ന് മാത്രം. ബൈസന്റൈൻ ചക്രവർത്തി പറഞ്ഞു, മുആവിയ, അലി ഒന്ന് തോറ്റു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് അലി? മെഹ്റാബിൽ ഇരുന്നു കൊണ്ട് ഒരു ദിവസമുണ്ട് അലിയാര് തങ്ങൾ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നതായിട്ട് ഒരാൾ കേൾക്കുന്നു. മെഹ്റാബിൽ ഇരുന്നിട്ട് നിസ്കരിച്ചിട്ട് ഇങ്ങനെ പറയാം, ഏയ് ഞാൻ നിന്നെ ഒഴിവാക്കില്ലേ, ഞാൻ നിന്നെ തൊലാക്കിയല്ലേ, വിവരം നീ അറിയില്ലേ, പിന്നെ എന്തിനാ നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കണത്? ഇതെന്ത് കഥ നോക്കിയിട്ട് ആള് പോയി നോക്കി. തലാക്കില്ല വർത്താനൊക്കെ പറഞ്ഞത്. ഇപ്പത്തെ പുതിയ തലാക്കല്ല, രാഷ്ട്രീയ തലാക്കല്ല, വേറെ തലാക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മെഹ്റാബിൽ ഇരുന്നുകൊണ്ട് പറയാണ്, തലാക്ക് ചൊല്ലി ഒഴിവാക്കില്ലേ, പിന്നെ എന്തിനാ വന്നത്? നോക്കുമ്പോ ദുന്യാവിനോടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന. ദുന്യാവേ, നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിയ ഭാര്യയാണ്, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, നീ എന്നെ ചതിക്കരുത്, നീ എന്നെ വഞ്ചിക്കരുത്. വില്ലാളി വീരനായ അലി, ആ അലിയെ തോൽപ്പിക്കാൻ ബൈസന്റൈന്റെ പട്ടാളം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, കത്ത് കിട്ടിയ മുആവിയ റളിയല്ലാഹു അൻഹു വിളിച്ചു. തന്റെ കത്ത് എഴുതുന്ന പ്രൈവറ്റ് സെക്രട്ടറിയെ, വാ, ബൈസന്റൈൻ ചക്രവർത്തിക്ക് ഒരു മറുപടി കൊടുത്തേക്കണം. ഏത് മറുപടി? എന്താ മറുപടിയുടെ ആദ്യത്തെ വാചകം? ബൈസന്റൈൻ പട്ടി എറിയാൻ മുആവിയ കൊടുത്തേക്കുന്ന മറുപടി. ഞാനും അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങളുടെ കുടുംബകാര്യമാണ്, അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ നീ എങ്ങാനും ഇടപെടാൻ വന്നാൽ എന്റെ മഹാനായ നായകൻ അലിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിനക്കെതിരെ പട നയിക്കുന്നവനും, പിന്നെ നിന്റെ മുഖത്തേക്ക് ആഞ്ഞു വെട്ടുന്നവനും, പിന്നെ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നവനും ഈ മുആവിയ ആയിരിക്കുമെന്ന് നീ മനസ്സിലാക്കണം. ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ ആ കത്തിങ്ങനെ പരിഭാഷപ്പെടുത്തുന്നു, ഫ്രം മുആവിയ ടു ദി ബൈസന്റൈൻ ഡോഗ്. ബൈസന്റൈൻ നായിക്ക് മുആവിയയുടെ മറുപടി. അങ്ങനെയുള്ളൊരു മറുപടിയായിരുന്നു ബുഷിന് ഇന്നത്തെ അറബ് സുൽത്താന്മാർ കൊടുക്കേണ്ടിയിരുന്നതെന്ന് അബ്ദുൽ സമദ് പ്രസംഗിച്ചിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ സദ്ദാമിന്റെ ആളായിട്ടില്ല. ഇത് മുതലെടുക്കാനൊരു ദുശക്തി വരുമ്പോ അങ്ങനെയുള്ളൊരു മറുപടി കൊടുത്തിട്ട് തമ്മിൽ നന്നായിട്ട് പരിഹരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മണ്ണിനെ അല്ലാഹു ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്നേ നമുക്ക് ദുആ ചെയ്യാനുള്ള ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദർ എങ്ങനെ ഉണ്ടായത്? ഒരുപാട് സംഭവങ്ങൾ അയിമ്മത്തും മുജ്തഹിദീങ്ങളും ഉലമാക്കളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിൽ ജീവിച്ചിരുന്നു മഹാനായ ഒരു പണ്ഡിതൻ സയ്യിദ് അബുൽ ഹസനാത്ത് അബ്ദുല്ലാ ഷാ നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹനഫി. ആ മഹാനായ പണ്ഡിത ശ്രേഷ്ഠൻ തന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തേട്ടം. ആ തേട്ടം കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ രാവ് അങ്ങനെ സംഭവിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായിരുന്നാലും ഇത് അത്ഭുതകരമായ ഒരു രാവാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവ് മാത്രമല്ല, പിന്നെ ഒരിക്കൽ അല്ലാഹു തേടിയത്രേ, എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ്? ഉമ്മത്തിന് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്ന റസൂല് തേടി, റബ്ബേ എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ്, എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ്? അള്ളാഹു മറുപടി കൊടുത്തു. സാധാരണ അമ്പിയാക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ഉമ്മത്തിന് എന്റെ ഹബീബേ ഞാൻ നൽകാൻ പോവുകയാണ്. അതെന്താണെന്നറിയുമോ? അമ്പിയാക്കളെ തേടിയാണ് വഹയിന്റെ മലക്കായ ജിബ്രീൽ ചെന്നാറുള്ളത്. എന്നാൽ നിങ്ങളുടെ ഉമ്മത്തിനെ തേടിക്കൊണ്ട് ഓരോ കൊല്ലത്തിലും ഒരു രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതാണ് എന്റെ ഹബീബേ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ജിബ്രീലായി ഇറങ്ങേണ്ടത് മലക്കുകളുടെ സുൽത്താൻ, ഏതെങ്കിലും മലക്കല്ല, റൂഹ്. ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു. എല്ലാ മുഫസ്സിരീങ്ങളും ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായക്കാരാണ്. ജിബ്രീൽ തന്നെയാണ് ഇറങ്ങുന്ന ആള്. ജിബ്രീലിന്റെ ചറകടി മുഴങ്ങുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ. തനസ്സലു ഫീഹിൽ തനസ്സാ, രാത്രി ഇറങ്ങും, റൂഹ് ഇറങ്ങും, മലായികത്തും ഇറങ്ങി വരും.
മലായികത്ത് ഇറങ്ങി വന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ രാവിലും ഈ ഇതൊക്കെ ലൈലത്തുൽ ഖദ്ർ ആവുകയാണെങ്കിൽ മലക്കുകൾ ഇവിടെ അല്ലാതെ എവിടെ പോകാനാ? നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളൊക്കെ അടുത്തുണ്ട്. എനിക്കതിൽ യാതൊരു സംശയമില്ല. ഇത് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണെങ്കിൽ അബ്ദുസ്സമദ് മോശക്കാരനായിരിക്കാം, നമ്മളെ സദസ്സിലൊക്കെ നിങ്ങളും ഞാനൊക്കെ മോശപ്പെട്ടവരായിരിക്കാം. പക്ഷേ നമ്മൾ കൂടിയ രാവും ഈ സദസ്സിന്റെ ഉദ്ദേശവും റമളാന്റെ ദീനിന്റെ മജ്ലിസിന്റെ ബർക്കത്തും മഹത്വവും ചൊല്ലുന്ന സലാത്തിന്റെ പുണ്യവും, ഇത് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ആ ലക്ഷ്യത്തിന്റെ മഹത്വം, അള്ളാഹുവിന്റെ പേര് മുഴക്കപ്പെടുന്ന മസ്ജിദിനെ പരിപാലിക്കുക എന്ന ലക്ഷ്യം ഒക്കെ കൂടി പരിഗണിക്കുമ്പോൾ ലൈലത്തുൽ ഖദ്റാണെങ്കിൽ മലക്കുന്ന ഇവിടെ തന്നെയാ. യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. അതുകൊണ്ട് തേടണമെങ്കിൽ ഈ സദസ്സിൽ നിന്ന് തേടിക്കൊള്ളുക. അള്ളാഹു നമ്മെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സകല ദോഷങ്ങളും പുറത്തു നൽകുമാറാകട്ടെ. അവൻ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് എഴുത്തുക്ക് ചൊല്ലി നിയമിക്കപ്പെടുന്നവരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായി രാവിന്റെ പുണ്യവും ഈ മാസത്തിന്റെ പുണ്യവും അള്ളാഹു മരണം വരെ നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഒരു ലൈലത്തുൽ ഖദ്റിൽ ഇതുപോലെ വിശാലമായ ഒരു സദസ്സിലിരിക്കാനും അവിടെ സംസാരിക്കാനും അബ്ദുസ്സമദിന് ആയുസ്സുണ്ടാകുമോ? കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ആയുസ്സുണ്ടാകുമോ? ആയുസ്സുണ്ടെങ്കിൽ തന്നെ പറയാൻ കഴിയുമോ? ആയുസ്സുണ്ടെങ്കിൽ തന്നെ